ആൾക്കാരെ ഫേസ് ചെയ്യാനും എനിക്കിഷ്ടമല്ല ആൾക്കാരെ. ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഒരാഗ്രഹത്തിൻ്റെ പുറത്ത്, അതായത് ഒരു നൂറുകണക്കിന് ആയിരക്കണക്കിന് മലയാളം യൂട്യൂബ് ചാനലുകൾ ഓൾറെഡി ഉള്ളൊരു സമയത്ത് ഒരു കണ്ടൻറ്റും ഇല്ലാണ്ട് ഒരു ചാനൽ തുടങ്ങി അതിനെ വളർത്തി പടർത്തി പന്തലിപ്പിച്ച് വലുതാക്കി അങ്ങനെ യാതൊരു ആഗ്രഹവും. ഒരു യൂട്യൂബ് ചാനൽ ഒറ്റ വീഡിയോ, അതേ ഞാനിപ്പോൾ ഉദ്ദേശിക്കണുള്ളൂ. അതെന്തോ ആയിക്കോട്ടെ, ഇത്രയും കിടിലൊരു റോഡ്, അതായത് ഈ നാട്ടുകാരല്ലാണ്ട് പുറത്തുനിന്ന് ഒരാൾ കാണുന്ന സമയത്ത് തോന്നൂല ഇത് എവിടെറാ, ഇത് ഏതൊരു സ്ഥലം. ഓക്കെ, ഇത് മൺട്രോത്തുരുത്ത് എന്ന് പറയുന്ന പഞ്ചായത്തിലെ കുറേ വാർഡുകളിൽ ഏറ്റവും കിടിലം വാർഡാണ്. സ്വന്തമായിട്ട് ഓഫ് റോഡ് ട്രാക്കൊക്കെ ഉള്ള ഒരു കിടിലം വാർഡ്. ഇവിടെ റോഡ് വരും റോഡ് കിടിലാവും എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും, വിശ്വസിച്ചൊക്കെ ഇരിക്കും. വന്നത് തന്നെ ഇങ്ങനത്തെ റോഡിൽ കൂടെ ഓടിക്കുമ്പോൾ നമുക്ക് ട്രാഫിക് റൂൾസ് ഒന്നും പാലിക്കാനൊന്നും പറ്റൂല. ഇടത്തു കൂടെ വലത്തു കൂടെ അപ്പുറത്തെ പറമ്പിൽ കൂടെ ഒക്കെ ഓടിക്കേണ്ടി വരും. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. കണ്ടൻ്റ് ഇല്ല, ക്യാമറ ഉണ്ട്, മൈക്കുണ്ട്, ബൈക്കുണ്ട്, വേറെ ഒന്നുമില്ല. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് തെക്ക് വടക്ക് ഞാൻ ക്യാമറ ഇങ്ങോട്ട് നടക്കുന്നുണ്ട്. ഒന്നും അങ്ങോട്ട് സൂഹിക്കാനുള്ള, ഇതും സൂഹിച്ചിട്ടില്ല. പിന്നെ ആഗ്രഹം അതാണല്ലോ മെയിൻ. ഞാനൊരു 4ാം ക്ലാസ് പകുതി തൊട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ആൾക്കാരെയൊക്കെ ഇപ്പോഴും അറിയില്ല, അപ്പോഴും അറിയില്ല, ഇനിയോട്ട് അറിയാൻ വലിയ താല്പര്യമൊന്നുമില്ല. എൻ്റെ പേരിലേക്ക് എന്തിരിക്കണല്ലേ. ഇതാണ് മൺട്രോത്തുരുത്തിൻ്റെ ഒരു സൈഡ്. ഇതിപ്പോൾ കേൾക്കണ മൺട്രോത്തുരുത്തൊരു വിചാരിക്കുമോ പിന്നെ നീ വന്നിട്ട് ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ട്. എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, യൂട്യൂബിൽ പല സ്ഥലക്കാരും ഉണ്ട്. ഇതാരെങ്കിലുമൊക്കെ കാണൂലേ? കാണും. ഈ വീഡിയോ ഉണ്ടല്ലോ, ഒരു 10 പേര് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ജയിച്ച്. അതിൻ്റെ അപ്പുറത്തോടൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ മൈക്കും ക്യാമറയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. എഡിറ്റിംഗ് സ്കില്ലൊക്കെ ഭയങ്കര ഡാർക്കാണ്. അതുകൊണ്ട് നമ്മൾ റോ എന്ന് പറഞ്ഞങ്ങ് തുടങ്ങുകയാണ്. ഒന്നും ചെയ്യണ്ടല്ലോ, ജസ്റ്റ് അങ്ങ് ഇടുക, കഴിഞ്ഞു. ഈ വഴി നേരെ പോയിട്ട് റൈറ്റിലോട്ടൊരു കുഞ്ഞു വഴിയുണ്ട്. അവിടെയാണ് ഞാൻ 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിച്ച സ്കൂള്. 7ാം ക്ലാസ്സിൽ അവിടെ നിന്ന് TC വാങ്ങിച്ച് പോയതിന് ശേഷം ആ പരിസരത്ത് ഞാൻ പോയിട്ടില്ല. സ്കൂളിലേക്കുള്ള വഴി പണ്ടത്തെ പോലെ തന്നെ ഒരു മാറ്റവും ഇല്ലാണ്ട്. അതിപ്പോൾ അപ്പുറം ഇപ്പുറമൊക്കെ വേറെ ആൾക്കാരുടെ അവസ്ഥ ആയിരിക്കുമല്ലോ. അതിൻ്റെ ഇടയിൽ കൂടെ വഴി വലുതാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കേസല്ല. പഴയ അതേ വഴിയാണെങ്കിലും സ്കൂള് വല്ലാണ്ട് മാറിയിട്ടുണ്ട്. ഭയങ്കര കളർഫുള്ളായി. എക്സ്ട്രാ മതിൽ, ബിൽഡിങ്, ഗേറ്റ്, മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു കുഴപ്പമില്ലല്ലേ. മാറ്റം അനിവാര്യമാണത്രേ. പക്ഷേ ഈ സ്കൂളിൻ്റെ ബാക്കിൽ കൂടെ ഒരു വഴിയുണ്ട്. ഇതിൽ കൂടെ പോയിട്ട് നമ്മൾ 4 വരെ പഠിച്ച സ്കൂൾ, അതായത് 4ാം ക്ലാസ് പകുതിക്കാണ് ഞാൻ വന്നെങ്കിൽ 4 വരെ പഠിച്ച സ്കൂളെന്ന് ഞാൻ പറയുന്നുള്ളൂ. അങ്ങോട്ട് പോകുന്നൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ആ വഴി തന്നെ ബൈക്കും കൊണ്ട് പോകാനുള്ളൊരു ശ്രമത്തിലാണ് ഞാൻ. വഴിയൊക്കെ പണ്ടത്തേക്കാൾ ദയനീയമാണ്. ആരും ഇതിൽ കൂടെ ഒന്നും പോകുന്നുണ്ടാവില്ല, അതുകൊണ്ടാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ എന്താണല്ലേ മൊത്തം നെഗറ്റീവ്. അതാണ് നമ്മുടെ ചാനലിൻ്റെ പേര്, ടോക്സിക്. ഞാൻ സിക്കായിട്ട് വർത്താനം പറയും. ആ പേര് കുറച്ച് ഫാസ്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്സിക് എന്ന് കേൾക്കും. അപ്പോൾ ഇതിന് ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. ആരും ഒഫൻഡഡ് ആയാലും ആർക്ക് കുരു പൊട്ടിയാലും തൽക്കാലം എനിക്ക് പ്രശ്നമൊന്നുമില്ല. എവിടെ ഉണ്ടാവുമല്ലോ ഇതുപോലത്തെ വഴിയൊക്കെ, എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ കാണണമെങ്കിൽ എനിക്ക് ഇവിടെയൊക്കെ വന്നാലേ പറ്റുള്ളൂ. ഇവിടുന്ന് നേരെ റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്കൂളെത്തും. 4ാം ക്ലാസ് വരെയുള്ള സ്കൂള്, വലിയത്തെ സ്കൂൾ, ഗവൺമെൻറ് LPS മൺട്രോത്തുരുത്ത്. ഈ സ്കൂള് റിലേറ്റഡ് എനിക്ക് കുറേ ഓർമ്മകളുണ്ട്. പക്ഷേ എല്ലാം കൂടെ ഇപ്പം ഇരുന്ന് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈ സ്കൂളിൻ്റെ തൊട്ട് ബാക്കിലൊരു അനന്തഭദ്രം വൈബൊക്കെയുള്ളൊരു കാവും കുളമൊക്കെ ഉണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കുളവും റൈറ്റ് സൈഡിൽ കാവുമാണ്. ഈ കാവുമായിട്ട് റിലേറ്റബിളായി കുറേ കഥകൾ, മണ്ടൻ കഥകൾ, അന്ധവിശ്വാസ കഥകൾ, കുറേ സാധനങ്ങൾ ഞാൻ പുതുതായിട്ട് വന്നപ്പോൾ ഇവിടെയുള്ള ഫ്രണ്ട്സൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അന്നുണ്ടായിരുന്നൊരു പേടി ഇപ്പം ഇല്ല. ശരിക്കും ഇവിടെയൊക്കെ അത്യാവശ്യം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഞങ്ങളുടെ വാർഡ് വെച്ച് നോക്കുമ്പോൾ കോൺക്രീറ്റ് റോഡ്, ഇൻ്റർലോക്ക് റോഡ്, ടാർട്ട റോഡ് എല്ലാം ഉണ്ട്. ഞാൻ മൊത്തത്തിൽ ഇച്ചിരി പച്ചപ്പും വലിയ ട്രാഫിക്കൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഉള്ളുവഴികൾ മാത്രം തേടി പോകണോണ്ടാണ് ഇങ്ങോട്ടൊക്കെ എത്തിയത്. ഇവിടെ റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിയും കിടിലം പച്ചപ്പും തോടും ഒക്കെയുള്ളൊരു വഴിയുണ്ട്. അത് ഇനി ഞാൻ എപ്പോഴെങ്കിലും വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇടാം. മൺട്രോത്തുരുത്തുകാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒഫൻഡഡ് ആകരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, പുറത്തുള്ള ആൾക്കാരെ കാണിക്കാൻ, മനസ്സിലായ? നിങ്ങൾ ഒഫൻഡഡ് ആയിക്കോ, ഒരു പ്രശ്നമില്ല. മതി, ഇതൊക്കെ മതിയെന്ന് തോന്നുന്നുണ്ടല്ലോ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോയ്ക്ക്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു, നിങ്ങളത് മറന്നളയുക. Don't like, don't subscribe, don't share.